2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ആകെ എണ്ണിയ വോട്ടുകളുടെ എണ്ണവും പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് ഒരു പ്രശ്നം കണ്ടത്. വോട്ട് ചെയ്യപ്പെട്ടു, പോൾ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ വോട്ടുകളുടെ എണ്ണവും എണ്ണി എന്ന് പറഞ്ഞ വോട്ടുകളുടെ എണ്ണവും തമ്മിൽ ഭീകരമായ അന്തരങ്ങൾ. രണ്ട് സംഖ്യകളും ടാലി ആവുന്നില്ല. അതായത് കുറെ പേരുടെ വോട്ടുകൾ എണ്ണാതെ പോയി. ആ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു? ക്വിന്റ്, സ്ക്രോള് തുടങ്ങിയ സ്വതന്ത്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യം സോൾവ് ചെയ്തത് അതീവ ബുദ്ധി സാമർത്ഥ്യത്തോടു കൂടിയാണ്. അവരെന്താ ചെയ്തതെന്നറിയോ? ആദ്യം പ്രസിദ്ധീകരിച്ച പോള് ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം അവരങ്ങ് റിമൂവ് ആക്കി. അത് വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞു. വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയിൽ എങ്ങനെയാണ് വോട്ടുകൾ ചോർന്നു പോയത്? ഛത്തീസ്ഗഡ് മേയർ ഇലക്ഷന് സംഭവിച്ചത് കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. BJP പക്ഷക്കാരനായ ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർ BJPക്ക് അല്ലാത്ത കുറച്ച് വോട്ടുകൾ റദ്ദാക്കി BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. കൂടെ അശോക യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ സബ്യസച്ചി ദാസിന്റെ പഠനവും ഓർക്കാം. സബ്യസച്ചി ദാസ് തന്റെ ശാസ്ത്രീയമായ പഠനം വഴി കണ്ടെത്തിയത് ഇങ്ങനെയാണ്: BJPയും എതിരെ നിൽക്കുന്ന പാർട്ടിയും തമ്മിൽ വളരെ നേരിയ വോട്ടുകൾക്ക് മാത്രം എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും ജയിച്ചത് BJP ആണ്. അതായത് നേരിയ മാർജിൻ വരുന്നിടത്തൊക്കെ വിജയം BJPയുടെ കൂടെയാവുന്നു. ഇത് അസാധാരണമാണ്, നാച്ചുറലി സംഭവിക്കുന്ന ഒന്നല്ല. ഈ നേരിയ മാർജിനിൽ മാത്രം BJP ജയിച്ച ഈ മണ്ഡലങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെയും നേരത്തെ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഡേറ്റകൾ തമ്മിലുള്ള ചേർച്ചക്കുറവ് കൂടുതലാണ് ഈ പ്രത്യേക മണ്ഡലങ്ങളിൽ മാത്രം. അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സബ്യസച്ചി ദാസ് പറഞ്ഞു വെക്കുന്നത് 2019 ജയിച്ച പാർട്ടി ഉടായ്പ കാണിച്ചാണ് ഇലക്ഷൻ ജയിച്ചത് എന്നാണ്. ഈ പഠനത്തെ ശാസ്ത്രീയമായി നേരിടാതെ എതിർക്കാതെ ഭരണപക്ഷം BJP ചെയ്തത് ആ പഠനത്തെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ടാണ്. അടുത്ത കാര്യം, അസമിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടുത്തെ BJP MLAയുടെ കാറിൽ നിന്നും പിടികൂടിയത് EVM ആണ്. നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ട, ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ മാത്രം ഉണ്ടാവേണ്ട EV മെഷീൻ. അതെന്തിനു വന്നെന്നോ അതിൽ എന്തൊക്കെ ഹാക്കിംഗ് നടന്നെന്നോ ഒന്നും അന്വേഷിക്കാൻ കെൽപ്പില്ലാത്ത ഒരു ഇലക്ഷൻ കമ്മീഷനുണ്ട് നമുക്ക്. ഇനി അടുത്ത കാര്യം, ഈ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ തോൽക്കുമെന്ന് ഉറപ്പിച്ച പാർട്ടിയാണ് BJP. ജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ അവിടുത്തെ BJP പ്രവർത്തകർക്ക് പോലും യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ജയിക്കുമെന്നതിനെ കുറിച്ച്. എന്നാൽ റിസൾട്ട് വന്നപ്പോഴോ BJP ജയിച്ചു, ക്ലീൻ സ്വീപ്പ്. തൃശ്ശൂരില് നമ്മളെല്ലാവരും പരാജയ സാധ്യത ഉറപ്പിച്ചു കാണുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. റിസൾട്ട് വരുമ്പോൾ ആ സ്ഥാനാർത്ഥി എങ്ങാനും ജയിച്ചാലോ? എന്തോ സംഭവിക്കാം. വോട്ടെടുപ്പ് EVMലാണ്. ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ കേന്ദ്ര ഭരണത്തിന്റെ കീഴിലാണ്. കാരണം മുൻപ് ഇലക്ഷൻ കമ്മീഷനിൽ സുപ്രീം കോടതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഇതാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ. അതായത് ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായും ഭരണ കേന്ദ്രത്തിന്റെ കീഴിലാണ്. ഇതുകൊണ്ടൊക്കെ പറയുക, ഭയക്കണം, ജാഗ്രത വേണം. കാരണം നമുക്ക് സ്വാതന്ത്ര്യം വേണം. സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ്.